ഹായ് ഗൈസ്, ഏവർക്കും ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സർപ്രൈസ് ഇന്ന് രാവിലെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേച്ചിയുടെ റൂമിലേക്ക് പോയി. ആരാധന കൃത്യം സമയത്ത് തന്നെ ഒന്ന് ഉറക്കെഴുന്നേറ്റെങ്കിലും അങ്ങനെ തന്നെ അവിടെ കിടക്കുകയാണ്. പിന്നെ ആശംസ കൊണ്ടുപോയി ഷീറ്റൊക്കെ പൊക്കി എണീപ്പിച്ചു. പിന്നെ ഞാനൊരു കുഞ്ഞു കേക്ക് അപ്പോഴത്തേക്ക് വേണ്ടി ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് വെച്ച് ഞങ്ങളൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. അതിൽ ആ കേക്കിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആരാധന മോളെ. ഓക്കെ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ശരിക്കും എനിക്ക് എന്താണെന്നൊന്നും ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് സെലിബ്രേഷനായിട്ട് കുഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്യണതാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേയിൽ ഇതുവരെ അങ്ങനെ രാവിലെ ഇങ്ങനെ കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ചോക്ലേറ്റ്സ് അങ്ങനെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അച്ഛനമ്മ താങ്ക് യു. അമ്മ ഉണ്ടാക്കിയ ലവിൻ്റെ കേക്കിൽ മെഴുകുതിരി വെച്ചിട്ട് അത് കത്തിക്കാൻ നോക്കിയിട്ടൊരു 3 തവണ കത്തിച്ചിട്ടാണ് അത് കത്തിയത്. പിന്നെ അവസാനമായപ്പോഴത്തേക്കും നോക്കിയപ്പം ആലിയ നമ്മൾ കട്ട് ചെയ്യേണ്ട നൈഫ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതെടുക്കാനായിരുന്നു അടുത്ത ഓട്ടം. അവസാനം ഒരു വിധത്തിൽ എവിടെ നോക്കി തപ്പി പിടിച്ചുകൊണ്ട് അവൾ നൈഫ് കൊണ്ടുവന്ന് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ആദ്യം തന്നെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എനിക്കൊരു തിരിച്ചൊരു വാ വെച്ചേന്ന്. പിന്നെ അച്ഛന് കൊടുത്തു. പിന്നെ ആശംസന് ആലിയയ്ക്കും ഒക്കെ കൊടുത്തു. പിന്നെ എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ. അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രാവിലെ ഇങ്ങനെ വന്ന് സർപ്രൈസ് തരുന്നു. അപ്പോൾ എനിക്കതൊന്നും ഇനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരിക്കൽ കൂടെ അച്ഛനും അമ്മയ്ക്കും ആശംസനാലേക്കും ഒക്കെ താങ്ക് യു. കേക്കെല്ലാം കട്ട് ചെയ്യുന്നത് വരെ വേറെ ഒരു പ്രശ്നമില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രശ്നം നടക്കാൻ പോണത്. കേക്കിൻ്റെ പേരിലുള്ള വമ്പനടി. പിന്നെ അവസാനം എങ്കിലും ഞാൻ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. എങ്കിലും ഒരു വിധത്തിൽ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു. ആദ്യം തന്നെ എല്ലാവരും കൂടെ കുറേ എടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് പിന്നെ കുറച്ചാണ് കിട്ടിയതെങ്കിൽ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ ഉടനെ അമ്മ നേരെ PSCക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.